വൻ ഹൈപ്പ്, വമ്പൻ സ്കോഡ്, തകർപ്പൻ വിന്നിംഗ് സ്ട്രീക്ക്. വാങ്കഡയുടെ മുറ്റത്ത് ആദ്യ മത്സരത്തിന് വിളക്കുണരും വരെ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലായിരുന്നു ഇന്ത്യ. അവസാനം കളിച്ച് 2 20-20കളിൽ 271 240 അടിച്ചുകൂട്ടി ഇന്ത്യൻ ബാറ്റർമാർ അമേരിക്കക്കെതിരെ കാത്തുവെച്ചത് എന്തായിരിക്കും എന്നായിരുന്നു ചർച്ചകളെല്ലാം. പക്ഷേ ക്രീസിൽ ഇന്ത്യൻ ബാറ്റർമാർ ഒന്നിനു പിറകെ ഓരോന്നായി തിരിഞ്ഞു നടന്നു. ഒരു വേള വാങ്കഡയുടെ മുറ്റത്ത് ഒരു കൂട്ടമരണവും മഹാ അട്ടിമറിയും വരെ ഭയന്ന നിമിഷങ്ങൾ. ഒരു തലമുറയുടെ കണ്ടിൽ അന്നേരം 2007 ഏകദിന ലോകകപ്പ് ഓർമ്മ വന്നിരിക്കും. വലിയ താരനിരയുമായി വന്ന് കരീബിയൻ ദ്വീപുകളിൽ ഇറങ്ങിയ ഇന്ത്യൻ സംഘത്തിനെതിരെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് നടത്തിയ അട്ടിമറി ഇന്നും ഇന്ത്യൻ ആരാധകർക്കൊരു ദുസ്വപ്നമാണ്. അതുപോലൊരു ദിവസമാണോ ഇത് എന്നുപോലും തോന്നിച്ച നിമിഷങ്ങൾ. അന്നേരം ഇരുട്ടിലാണ്ട് കിടന്ന വാങ്കഡയുടെ ആകാശത്ത് സൂര്യനെ പോലെ ഒരാൾ ഉദിച്ചുയരുകയാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. തന്നെ ഞാനാക്കിയ വാങ്കഡയുടെ മുറ്റത്ത് സൂര്യകുമാർ പടുത്തുയർത്തിയത് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നാണ്. പിന്തുണ നൽകാൻ പോലും ആരുമില്ലാതിരുന്നൊരു മത്സരത്തിൽ ക്യാപ്റ്റൻ എന്ന പേരിനെ സൂര്യകുമാർ അന്വർത്ഥമാക്കി. ആകെ പിറന്ന 161 റൺസിൽ 84 പിറന്നത് ആ ഒറ്റ ബാറ്റിൽ നിന്ന്. ഇന്ത്യ ആകെ അടിച്ച് 25 ബൗണ്ടറികളിൽ 14 നൽകിയത് സൂര്യ തന്നെ. ലക്ഷ്യവും ദിക്കും തെറ്റി ബൗളർമാരെ മനസ്സിലാക്കാനാകാതെ എല്ലാവരും തിരിഞ്ഞു നടന്നപ്പോൾ സൂര്യകുമാർ മാത്രം തൻ്റെ മൂന്നാം കണ്ണുകൊണ്ട് മത്സരത്തെ റീഡ് ചെയ്തു. ഫീൽഡിംഗ് പൊസിഷനുകളെയും ബൗളർമാരെയും കൃത്യമായി മനസ്സിലാക്കിയ ടോപ്പ് ക്ലാസ് നോക്ക്. 76-ാമനായി ഹാർദിക് പാണ്ഡ്യയും അടങ്ങിയതോടെ തീർന്നെന്ന് കരുതിയവർക്ക് മുന്നിൽ സൂര്യ പുതിയ പോർമുഖമാണ് തുറന്നത്. അവസാന ഓവറുകളിൽ സൂര്യ സ്റ്റീൽ 360 ഫയർ വർക്കുകളും കൂടി ചേർന്നതോടെ ഇന്ത്യ 161 തൊട്ടു. ന്യൂസിലാൻഡ് പരമ്പരയിൽ തന്റെ ഫോം തിരിച്ചുപിടിച്ച സൂര്യ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അത് പുതിയ തലത്തിലേക്ക് ഉയർത്തിയാണ് തിരിഞ്ഞു നടന്നത്. 1-2 മികച്ച പാർട്ണർഷിപ്പുകൾ കൊണ്ട് പിടിച്ചെടുക്കാവുന്ന സ്കോറേ എങ്കിലും ഇന്ത്യക്കുണ്ടായിരുന്നുള്ളൂ. ഷാർലി വാൻഷാൽവിക് 25 റൺസിന് 4 വിക്കറ്റുകളുമായി ക്രിക്കറ്റ് ലോകത്ത് തന്റെ പേര് പതിപ്പിച്ചപ്പോൾ അലിഖാനും ഹർമീത് സിംഗും അതിനൊത്ത പിന്തുണ നൽകി. പക്ഷേ ടീമിലെ വെറ്ററൻ പേസർ സൗരഭ് നേത്രവാക്കർ 4 ഓവറിൽ കൺസീഡ് ചെയ്തത് 65 റൺസാണ്. മുംബൈയിൽ ജനിച്ച് യൂത്ത് ടീമുകളിൽ ഇന്ത്യക്കായി കളിച്ച നേത്രവാൽക്കർക്ക് ജന്മനാട്ടിലേക്കുള്ള മടങ്ങിവരവ് കൈപ്പേറിയതായി മാറി. ഇന്ത്യയുടെ ഭേദപ്പെട്ട ടോട്ടലിന് USA മറുപടി എന്താണെന്നറിയാനുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട്. 150 ചുവടെ ഇന്ത്യ എറിഞ്ഞിടാമെന്ന പ്രതീക്ഷ സൂര്യകുമാർ തച്ചുടച്ചതിന്റെ അന്താളിപ്പിലാണ് അമേരിക്കൻ ബാറ്റർമാർ ക്രീസിലേക്ക് വന്നത്. അർഷദീപിന്റെ ആദ്യ ഓവർ 2 റൺസിൽ അവസാനിച്ചു. രണ്ടാം ഓവർ എറിയാനെത്തിയ സിറാജിനെ ടാർഗറ്റ് ചെയ്യാനായിരുന്നു അവരുടെ ശ്രമം. ഒരു സിക്സർ പറത്തി ആൻഡ്രീസ് ക്രൂസ് അതിനുള്ള സൂചന നൽകുകയും ചെയ്തു. പക്ഷേ 4ാം പന്തിൽ ഗൗസിനെ തിലക് വർമ്മയുടെ കൈകളിലെത്തിച്ച് സിറാജിന്റെ മാസ് കംബാക്ക്. പിന്നാലെ മൊനാങ്ക് പട്ടേലിനെ 0 പറഞ്ഞയച്ച് അർഷദീപിന് എൻട്രി. പിന്നാലെ അടുത്ത ഓവറിൽ സായ് തേജയെ വരുൺ ചക്രവർത്തിയുടെ കൈകളിലെത്തിച്ച് സിറാജ് വീണ്ടും അവതരിച്ചു. വാങ്കഡയുടെ ആരവും ഇന്ത്യൻ ബൗളർമാരുടെ അഗ്രസീവ്നെസ്സും കണ്ട് USA ഭയന്നു തുടങ്ങി. വാങ്കഡെ ഇത് തങ്ങളുടെ മത്സരമാണെന്ന തിരിച്ചറിവിൽ ആഘോഷം തുടങ്ങുകയും ചെയ്തു. കൂടുതൽ വിക്കറ്റ് നഷ്ടമാക്കാതെ ക്രീസിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു മിലിന്ദിന്റെയും സഞ്ജയ് രാമസ്വാമിയുടെയും ശ്രമം. പക്ഷേ വിക്കറ്റ് കാക്കാനുള്ള ശ്രമത്തിനിടയിൽ റൺ റേറ്റ് അധികരിച്ചു വന്നു. അത് നികത്താനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട്. ചില ബൗണ്ടറികളുടെ ശ്രമം നടത്തിയെങ്കിലും വരുൺ ചക്രവർത്തിയുടെ പന്തിൽ മിലിന്ദ് കുമാർ തിരിഞ്ഞു നടന്നു. ഒരു ചേസിംഗ് നടക്കണമെങ്കിൽ അത്ഭുതകരമായ ഒരു ഇന്നിംഗ്സ് USA നിരയിൽ ആരെങ്കിലും കളിക്കണമായിരുന്നു. പക്ഷേ സഞ്ജയ് രാമസ്വാമി കൂടി തിരിഞ്ഞു നടന്നതോടെ ഇന്ത്യ ജയമുറപ്പിച്ചു. ഒടുവിൽ 132 റൺസിൽ വെച്ച് USA ചെറുത്തുനിൽപ്പ് അവസാനിച്ചു. ആധികാരിക ജയം എന്ന് വിളിക്കാനാകില്ലെങ്കിലും വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമായിരുന്നു എല്ലാവർക്കും. കൂടെ മുന്നോട്ടുള്ളതൊന്നും എളുപ്പമാകില്ല എന്ന സൂചനയും ഈ മത്സരം നൽകുന്നുണ്ട്. പൊതുവെ മുംബൈയിൽ ഇത് ഫ്ലാറ്റ് പിച്ചാണ്. പക്ഷേ ഇക്കുറി അത് മാറി. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 140-150 ലക്ഷ്യമിട്ടത്. മത്സരശേഷം അക്സർ പട്ടേൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയെ USA ഒന്ന് വിറപ്പിച്ചെങ്കിൽ അപ്പുറത്ത് കൊളംബോയിൽ പാകിസ്ഥാന്റെ രക്ഷപ്പെടൽ തല നാരികക്കാണ്. ഫഹീം അഷ്റഫിന്റെ സർപ്രൈസ് കാമിയോ പാകിസ്ഥാനെ രക്ഷിച്ചത് മഹാനാണക്കേടിൽ നിന്നും. 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 100-ലെത്തിയിരുന്ന നെതർലൻഡ്സിനെ 147 റൺസിൽ ഒതുക്കിയപ്പോൾ പാകിസ്ഥാൻ വിജയ പ്രതീക്ഷയിലായിരുന്നു. മറുപടി ബാറ്റിംഗിൽ 98-2 എന്ന നിലയിലായിരുന്ന പാകിസ്ഥാൻ അനായാസ വിജയത്തിലേക്ക് എന്ന് തോന്നിക്കവേ നാടികീയ രംഗങ്ങൾ നടക്കുകയാണ്. സാഹിബ് ജാദ ഫർഹാൻ, ഉസ്മാൻ ഖാൻ, ബാബർ അസം, മുഹമ്മദ് നവാസ്, ഷതാബ് ഖാൻ എന്നീ 4 കീ വിക്കറ്റുകൾ ഞൊടിയിടക്കുള്ളിൽ തെറിക്കുന്നു. അതോടെ പാകിസ്ഥാൻ 114-7 കോപ്പുകുത്തി. കയ്യിലിരുന്ന മത്സരം നശിപ്പിക്കുന്നതിൽ വിദഗ്ധരാണ് തങ്ങളെന്ന് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി തെളിയിച്ച നേരം. തോൽവിയും സൂപ്പർ 8 പ്രവേശവും വരെ മുൾമുനയിൽ നിന്ന മണിക്കൂർ. ഒടുവിൽ അവസാന 12 പന്തിൽ വിജയിക്കാൻ വേണ്ടത് 29 റൺസ്. ക്രീസിലുള്ളത് ഫഹീം അഷ്റഫും ഷഹീൻ അഫ്രീദിയും. പാകിസ്ഥാൻ ഡഗ്ഔട്ട് ശോകമുഖമാണ്. പക്ഷേ ലോഗൻ വൻബീക്കിനെ വൈഡ് മിഡ് വിക്കറ്റിലേക്ക് സിക്സർ അടിച്ച് ഫഹീം അഷ്റഫ് നേർത്ത പ്രതീക്ഷ നൽകി. ഫുൾ ടോസായി അടുത്ത പന്തും ഉയർത്തിടിച്ച് ഫഹീം അഷ്റഫിന് തെറ്റിയെങ്കിലും മാക്സ് ഒഡോഡ് ക്യാച്ച് കൈവിട്ടു. ആ കൈവിട്ടത് ആ മത്സരം തന്നെയായിരുന്നു. ഫലത്തിൽ 2 റൺസ് ഓടിയെടുത്ത ഫഹീം ആ ഓവറിൽ 2 സിക്സും 1 ബൗണ്ടറിയും പറത്തി മത്സരം പിടിച്ചെടുത്തു. നെതർലൻഡ്സിന് കയ്യിലിരുന്ന മത്സരം നശിച്ച നിരാശയായിരുന്നു.
കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടന്ന വിൻഡീസ് സ്കോട്ട്ലൻഡ് മത്സരവും ഏകപക്ഷീയമായിരുന്നില്ല. 36 പന്തിൽ 64 റൺസ് എടുത്ത ഷിംറോൺ ഹെറ്റുമേറിന്റെ കരുത്തിൽ വിൻഡീസ് ഉയർത്തിയത് 182 റൺസ്. അത് പിന്തുടർന്ന സ്കോട്ട്ലാൻഡ് 13 ഓവറിൽ 3-ന് 115 എന്ന നിലയിലായിരുന്നു. പക്ഷേ പിന്നീടുള്ള തുടർ വിക്കറ്റുകളും റൊമാരിയോ ഷെഫേർഡിന്റെ ഹാട്രിക്കും ചേർന്നപ്പോൾ സ്കോട്ട്ലൻഡിന്റെ പോരാട്ടം 147 ഒതുങ്ങി. കടലാസിലല്ല കളത്തിലാണ് കാര്യമെന്ന് തെളിയിച്ചാണ് 2020 ലോകകപ്പിലെ ആദ്യ ദിനം കൊടിയിറങ്ങുന്നത്. സാക്ഷാൽ വാങ്കഡയിൽ കയറി USA ഇന്ത്യയെ ഉറപ്പിക്കാൻ സാധിച്ചെങ്കിൽ വലിയ അട്ടിമറികൾ ഈ ടൂർണമെന്റിൽ നിന്നും നാം പ്രതീക്ഷിക്കണം.